ചേച്ചി, ലളിതേച്ചി. എന്താ സീതേ, നീ എന്താ ഇത്ര രാവിലെ തന്നെ? എന്തു പറ്റി? ചേച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 5000 രൂപ തരാവോ? വളരെ അർജന്റാ. 5000 രൂപയോ? ആ ചേച്ചി, ഞാൻ മറ്റന്നാൾ തിരിച്ചു തരാം. അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട്. അയ്യോ, ഇത്രയും പൈസയൊന്നും എൻ്റെ കയ്യിലില്ല സീതേ. അയ്യോ ചേച്ചി, അങ്ങനെ പറയല്ലേ ചേച്ചി. എങ്ങനെയെങ്കിലും എനിക്ക് ഒന്ന് സെറ്റാക്കി താ. അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ. ഞാൻ മറ്റന്നാൾ രാവിലെ തന്നെ തിരിച്ചു കൊണ്ട് തന്നേക്കാം. പ്ലീസ് ചേച്ചി. ഞാനിപ്പോ എന്താ ചെയ്യാ? ദീ, നീ പൈസ എടുത്തു വെക്ക്. ഈ മാസത്തെ ലോണിന്റെ അടവാ. അവര് വരുമ്പോ കൊടുത്തേക്ക്. എന്റെ കയ്യിൽ ഇരുന്നാലേ ചെലവായി പോവും. ഈ മാസം ഇനി വേറെ പൈസ ഇല്ല. ശരി, ഞാൻ ഇറങ്ങിയേക്കുവാ. ശരി, ഞാൻ കൊടുത്തേക്കാം. ഒരു മിനിറ്റ് സീതേ. അവൾക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കത്തുള്ളൂ. സഹായിച്ചേക്കാം. ദാ പൈസ. ലോൺ അടയ്ക്കാൻ വെച്ച കാശാ. മറ്റന്നാ തന്നെ മറക്കാതെ കൊണ്ടു തരണേ. എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നതാ. വളരെ ഉപകാരം ചേച്ചി. ഞാൻ മറ്റന്നാ രാവിലെ തന്നെ ഇവിടെ തിരിച്ചു കൊണ്ട് തന്നേക്കാം. ശരി ചേച്ചി, പോട്ടെ. ശരി സീത. ഷോ, ലളിതേച്ചി വിളിക്കുന്നുണ്ടല്ലോ. പൈസ ചോദിക്കാനായിരിക്കും. ഞാനിനി ഫോൺ എടുത്തിട്ട് എന്താ പറയാ? തൽക്കാലം എടുക്കണ്ട. ഷോ, ഇവളെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? രാവിലെ പൈസ കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ ഉച്ചയായല്ലോ. 3 മണിയാവത്തന്നെ ലോൺകാര് വരുമല്ലോ. എന്റെ ദൈവമേ, ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം. ദേ പിന്നെയും വിളിക്കുന്നു. ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന എങ്ങനെ ശരിയാവും? പൈസ മേടിച്ച് അങ്ങ് കൊണ്ടേ കൊടുക്കുമല്ലോ. ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യണം ഒരു മനുഷ്യനെ. അവിടെ കിടന്നടിക്കട്ടെ. ഷോ, ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഒന്ന് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ആരാ ഈ നേരത്ത്? അയ്യോ, ലളിതേച്ചിയാണല്ലോ. നാശം, വീട്ടിലും വന്നോ? ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ പൈസ? വാതില് തുറക്കണ്ട, കുറച്ചു നേരം നിന്നിട്ട് പൊക്കോളും. വാതില് തുറക്കുന്നില്ലല്ലോ. ആരും ഇല്ല ഇവിടെ. ഇനി ലോൺകാര് വരുമ്പോ ഞാൻ എന്തുത്തരം പറയും? ചേട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. ആരാ സീതേ വന്നത്? നീ എന്താ വാതില് തുറക്കാത്തത്? അത് നമ്മുടെ ലളിതേച്ചിയാ. എന്നിട്ടാണോ നീ വാതില് തുറക്കാതിരുന്നത്? അത് പിന്നെ ഞാൻ പുള്ളിക്കാരിക്ക് ഇച്ചിരി പൈസ കൊടുക്കാനുണ്ട്. ഇന്ന് രാവിലെ കൊടുക്കാന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ പൈസയൊന്നും റെഡിയായില്ല. പിന്നെ ഞാൻ വാതില് തുറന്നിട്ട് എന്തു പറയാനാ? വളരെ മോശമാണ് കേട്ടോ സീതേ, നീ ഇങ്ങനെയൊക്കെ അവരോട് കാണിക്കുന്നത്. നീ ചോദിച്ചപ്പോ തന്നെ അവര് നിന്നെ വിശ്വസിച്ച് നിനക്ക് പൈസ എടുത്ത് തന്നില്ലേ? അപ്പൊ നീ ഇങ്ങനെയാണോ അവരോട് പെരുമാറേണ്ടത്? കാര്യം ശരിയൊക്കെ തന്നെയാ. എങ്കിൽ നിങ്ങളിതാ കാശ്, ഞാൻ കൊണ്ടേ കൊടുത്തേക്കാം. അതിന് എന്റെ കയ്യിൽ എവിടെന്നാ കാശ്? മനുഷ്യൻ നേരാവണ്ണം പണിക്ക് പോയിട്ട് തന്നെ 2 ആഴ്ചയായി. എങ്കിൽ പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കുക. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. കാശ് ഉണ്ടാവുമ്പോ കൊടുക്കും. അല്ലേലും അവർക്ക് കാശിന് അത്ര ബുദ്ധിമുട്ടൊന്നും കാണില്ല. അവരതൊക്കെ അങ്ങ് മാനേജ് ചെയ്തോളും. നിങ്ങളത് ആലോചിച്ചിരിക്കാതെ വന്ന് ചായ കുടിക്കും. തൽക്കാലം ഈ കമ്മല് രണ്ടും പണയം വെച്ച് ലോൺ അടയ്ക്കാം. ഇതാ പറയുന്നത്, ആർക്കും ഒരു സഹായം ചെയ്യരുതെന്ന്. എന്നാലും സീത എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല.